എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട്. എന്തെങ്കിലും ഒന്ന് വലുത് നേടണമെങ്കിൽ ക്ഷമ അത് അത്യാവശ്യം, പ്രത്യേകിച്ച് നിന്നെപ്പോലുള്ളൊരു കള്ളന്. അതെ, കാശിയിൽ കുംഭമേളക്ക് പോകുന്ന കാര്യമൊന്നുമല്ലോ ഇവിടെ പ്ലാൻ ചെയ്യുന്നത്. മോഷണമല്ലേ? നിങ്ങൾ വേഗം കാര്യം പറ. കാര്യം ഞാൻ വിശദീകരിക്കാം, നീ ശ്രദ്ധിച്ച് കേട്ടോളൂ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അന്ന് കൊച്ചിയും തിരുവിതാംകൂറും പഴയ നാട്ടുരാജ്യമാണ്. കേരള ചരിത്രത്തിലെ ഏറ്റവും പ്രഗത്ഭനായ രാജാവ് മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂർ ഭരിക്കുന്ന കാലം. രാജാവായ നാൾ മുതൽ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം കൊച്ചി രാജ്യം കീഴ്പ്പെടുത്തി തിരുവിതാംകൂറിനോട് ചേർക്കണം. അങ്ങനെയിരിക്കെ ഒരിക്കൽ മാർത്താണ്ഡവർമ്മയുടെ നായർപ്പട കൊച്ചി ലക്ഷ്യമാക്കി നീങ്ങി. അതിർത്തി ഗ്രാമങ്ങൾ പലതും കീഴ്പ്പെടുത്തി അവർ മുന്നേറി. മാർത്താണ്ഡവർമ്മയെ ജയിക്കുക എന്നത് കൊച്ചി രാജ്യത്തിന് സ്വപ്നം കാണുക തന്നെ അസാധ്യം. തോൽവി മുന്നിൽ കണ്ട കൊച്ചിയിലെ ജനങ്ങൾ നായർപ്പടയെ ഭയന്ന് കയ്യിൽ കിട്ടിയതെല്ലാം എടുത്ത് വീടും സ്ഥലവും ഉപേക്ഷിച്ച് കാട് കയറുവാൻ തുടങ്ങി. നാട്ടുപ്രമാണിമാർ തങ്ങളുടെ സ്വർണവും പണവും കൊള്ളയടിക്കപ്പെടാതിരിക്കുവാൻ കാടുകളിലും ചതുപ്പുകളിലുമായി അവ ഒളിപ്പിച്ചു. സ്വർണം കുഴിച്ചിട്ട സ്ഥലങ്ങളിൽ പിന്നീട് മോഷണം നടക്കാതിരിക്കാൻ കുലദൈവങ്ങളെ പ്രതിഷ്ഠിച്ചു. ശക്തി കൂടിയ പൂജകളും നടത്തിപ്പോന്നു. പിന്നീട് അവർക്ക് ശത്രുവായി വന്നത് മാർത്താണ്ഡവർമ്മയെപ്പോലുള്ള രാജാക്കന്മാരായിരുന്നില്ല. വർഷാവർഷം പെയ്തു പോന്ന ശക്തമായ മഴയും വെള്ളപ്പൊക്കവും ആ പ്രദേശങ്ങളെ വാസയോഗ്യമല്ലാതാക്കി. ജനങ്ങൾ ഉയരമുള്ള പ്രദേശങ്ങളിലേക്ക് കുടിയേറി പാർത്തു. ഓരോ വേനലിലും പൂജയ്ക്കായി തിരിച്ചെത്തുന്ന കുടുംബക്കാർക്ക് പക്ഷേ ഒരു കൊല്ലം പെരിയാറിലുണ്ടായ വലിയ വെള്ളപ്പൊക്കം മൂലം അടയാളം പോലും തിരിച്ചറിയാനാവാത്ത വിധം തങ്ങളുടെ കാവും സ്വത്തുമെല്ലാം നഷ്ടമായി. കാലങ്ങൾ കഴിഞ്ഞെങ്കിലും അവിടെ കുടിയിരിക്കുന്ന ശക്തികൾ ഇപ്പോഴും ആ കാവുകൾ സംരക്ഷിച്ചു പോരുന്നു. അങ്ങനെയുള്ള ഒരു പഴയ കാവിനെപ്പറ്റിയും അവിടെ ആരാലും തിരിച്ചറിയപ്പെടാതെ കിടക്കുന്ന നിധിയെപ്പറ്റിയും പറയുവാനാണ് ഞാൻ നിന്നെ വിളിപ്പിച്ചത്. കഥയെല്ലാം കൊള്ളാം. സാധനം അവിടെ ഇപ്പോഴും ഉണ്ടെന്നെന്താ ഉറപ്പ്? അവിടെ കുടിയിരിക്കുന്ന ശക്തികൾ ചെറുതല്ല വിഷ്ണു. ആ നിധിയെടുക്കാൻ ശ്രമിച്ച് അപകടം വരുത്തിവെച്ച പലരെയും എനിക്കറിയാം. ആ കാവിൻ്റെ അവകാശികൾക്കല്ലാതെ മറ്റാർക്കും അതിൻ്റെ അവിടെ ഒന്നും എടുക്കുവാൻ സാധിക്കില്ല. മറ്റാരെങ്കിലും അത് എടുക്കുവാൻ ശ്രമിച്ചാൽ മരണമായിരിക്കും ഫലം. എന്നിട്ട് ഞാനത് പോയി കക്കണം. ചാകാൻ വേറെ എത്രയോ വഴികളുണ്ട്. ധൃതി കൂട്ടാതെ അപകടമൊന്നും സംഭവിക്കാതെ ആ നിധി അവിടെ നിന്ന് എടുക്കുവാൻ സാധിക്കും. എങ്ങനെ? ആഭിചാരം. ആഭിചാരമോ? അതെ, ആഭിചാരം തന്നെ. അവിടെ കുടിയിരിക്കുന്ന ശക്തികളെ കീഴ്പ്പെടുത്തുവാൻ അത് തന്നെ ഉത്തമം. ഞാനിതിൽ എന്താ ചെയ്യേണ്ടത്? നീ എനിക്ക് വേണ്ടി അവിടേക്ക് യാത്ര തിരിക്കണം. അടയാളങ്ങൾ ഞാൻ നൽകാം. കിട്ടുന്നത് പപ്പാതി.